Dear students, Introduction to Three-Dimensional Geometry എന്ന 12ാമത്തെ ചാപ്റ്ററിലെ എക്സസൈസ് 12.3 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ഫോർമുലകൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ഫോർമുല നമുക്ക് നോക്കാം. സെക്ഷൻ ഫോർമുലയാണ്. ഇത് നേരത്തെ നമ്മൾ 10ാമത്തെ ചാപ്റ്ററായ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ് സെക്ഷൻ ഫോർമുല. ഇതിൽ രണ്ട് പോയിൻറ്റുകളെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റിനെ ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. അതായത് m:n എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റ്, അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് mx2 + nx1 / m+n, my2 + ny1 / m+n, mz2 + nz1 / m+n. ഇൻറ്റേർണൽ ഡിവിഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മുകളിൽ തന്നെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റ്. ഇനി എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ ആ ലൈൻ സെഗ്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന ലൈനിൻ്റെ മുകളിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫോർമുലയിൽ വരുന്ന മാറ്റം എന്താണ്? ആ ഫോർമുലയിൽ പ്ലസ്സിന് പകരം നമ്മൾ എടുക്കുന്നത് മൈനസ് എന്നാണ്. mx2 - nx1 / m-n. ആ റേഷ്യോയിലുള്ള ഒരു ടേം നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. mx2 - nx1 / m-n, my2 - ny1 / m-n, mz2 - nz1 / m-n. ഇനി ഈ ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന മറ്റൊരു ഫോർമുലയാണ് മിഡ് പോയിൻ്റ് ഫോർമുല. അതായത് ഇതും നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഫോർമുലയാണ്. ദി മിഡ് പോയിൻ്റ് ഓഫ് ദി ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിൻറ്റ്സ് x1, y1, z1 ആൻഡ് x2, y2, z2 ഈസ് x1 + x2/2, y1 + y2/2, z1 + z2/2. ഇനി അടുത്ത ഫോർമുല നമുക്ക് നോക്കാം. ഈ ഫോർമുലയിൽ നമ്മൾ നേരത്തെ പഠിച്ച സെക്ഷൻ ഫോർമുല, ഇൻറ്റേർണൽ ഡിവിഷൻ്റെ സെക്ഷൻ ഫോർമുലയിൽ റേഷ്യോ നമ്മൾ m:n ആയിരുന്നു എടുത്തത്. ആ റേഷ്യോയിനെ k:1 എടുക്കുന്നു. അപ്പോൾ ചില ചോദ്യങ്ങളിൽ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എമ്മിന് പകരം k എന്നും എന്നിന് പകരം 1 എന്ന് എടുക്കുന്നു. അപ്പോൾ ആ ഫോർമുലയിൽ വരുന്ന മാറ്റം kx2 + x1 / k+1, ky2 + y1 / k+1, kz2 + z1 / k+1. ഇതിൻ്റെ ഉപയോഗം നമുക്ക് വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന കേസിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ k:1 റേഷ്യോ എടുത്താലുള്ള ഗുണം എന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആവും. നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ് വിച്ച് ഡിവൈഡ്സ് ദി ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിൻറ്റ്സ് -2, 3, 5 ആൻഡ് 1, -4, 6 in the ratio 2:3 internally and second question 2:3 externally. ആദ്യം നമ്മൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എഴുതുന്നു. ദാറ്റ് ഈസ് ദി സെക്ഷൻ ഫോർമുല. mx2 + nx1 / m+n, my2 + ny1 / m+n, mz2 + nz1 / m+n. Then substitute the values of m, n, x1, x2, y1, y2 and z1, z2. Here the first point -2, 3, 5 ആണ്. അതിനെ നമ്മൾ x1, y1, z1 എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റ് x2, y2, z2 ആണ്. Therefore we can write 2 into mx2 ആണ്. 2 into 1 plus 3 into -2 divided by m+n, that is 5. Then 2 into -4 plus 3 into 3 divided by 5. Then 2 into 6 plus 3 into 5 divided by 5. ഇനി ഈ വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആവുന്നു. അടുത്തൊരു പേജ് ചെയ്യാം. That is 2 - 6/5, -8 + 9/5, 12 +
15/5. Then calculate the values. -4/5, 1/5, 27/5. Therefore, this is the point which divides the line segment internally in the ratio 2:3. ഇനി നമുക്ക് എക്സ്റ്റേണൽ ഡിവിഷൻ്റെ ചോദ്യത്തിലേക്ക് പോകാം. എക്സ്റ്റേണൽ ഡിവിഷനിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമുള്ള ഫോർമുല എക്സ്റ്റേണൽ ഡിവിഷൻ്റെതാണ്. അപ്പോൾ ആ ഫോർമുല ഒന്ന് എഴുതണം. mx2 മൈനസ് nx1 ഡിവൈഡഡ് ബൈ m മൈനസ് n, my2 മൈനസ് ny1 ബൈ m മൈനസ് n, mz2 മൈനസ് nz1 ബൈ m മൈനസ് n. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 1 മൈനസ് 3 × -2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 3 ഈസ് -1. 2 × -4 മൈനസ് 3 × 3 ഡിവൈഡഡ് ബൈ -1. 2 × 6 മൈനസ് 3 × 5 ഡിവൈഡഡ് ബൈ -1. ഇനി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2 + 6 by -1, -8 minus 9 by -1, 12 minus 15 by -1. That's equal to 8 by -1, that is -8, minus 17 by -1 is plus 17, and -3 by -1 is plus 3. Therefore, we got the point. -8, 17, 3 is the point which divides the join of the point externally in the ratio 2:3. അപ്പം ഇങ്ങനെ തെറ്റാതെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദാറ്റ് P 32 -4, Q 54 -6 and R 98 -10 are collinear. Find the ratio in which Q divides PR. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ചിത്രം വരച്ച് നോക്കാം. അന്നേരം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഈ ക്വസ്റ്റ്യനെ നമുക്കൊന്ന് നേരിടാൻ പറ്റും. എങ്ങനെ ഈ ചോദ്യം വരുന്നതെന്ന് നോക്കാം. നമ്മുടെ ലൈൻ സെഗ്മെൻറ്റ് PR ഇവിടെ വരച്ചിട്ടുണ്ട്. PRനെ Q ഒരു പ്രത്യേക റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളൊരു റഫ് ഫിഗർ വരച്ചതാണ്. PR വരച്ചു, Q അതിൻ്റെ മുകളിൽ പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി PRനെ Q ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ള റഫ് ഫിഗറാണ്. ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഒരു റഫ് ഫിഗർ വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ Q ഏത് റേഷ്യോയിലാണ് PRനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് K:1 ബി ദി റേഷ്യോ. നമ്മൾ എവിടെയാണ് ആ K എന്നെടുക്കുന്നതിൻ്റെ മെച്ചം നമുക്ക് കാണാൻ പറ്റുന്നത്. K:1 ആണ് റേഷ്യോ എന്ന് വിചാരിക്കുക. ബി ദി റേഷ്യോ ഇൻ വിച്ച് Q ഡിവൈഡ്സ് PR. ബി ദി റേഷ്യോ. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. Kx2 പ്ലസ് x1 ബൈ K+1, Ky2 പ്ലസ് y1 ബൈ K+1, Kz2 പ്ലസ് z1 ബൈ K+1. ഇതായിരിക്കും ആ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ്. അതായത് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5, ഇറ്റ് ഈസ് ഗിവൺ 4, -6 നമുക്ക് തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ക്യൂ. പക്ഷേ നമ്മുടെ ഫോർമുല പ്രകാരം ഇങ്ങനെയാണ് ആ കോർഡിനേറ്റ്സ് വരേണ്ടത്. അറ്റത്തുള്ള 2 പോയിൻറ്റിനെയാണ് നമ്മളിവിടെ x1 y1 z1 എന്നും x2 y2 z2 എന്നും എടുക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നിനെ എടുത്ത് നമ്മൾ ഈ റൈറ്റ് സൈഡുള്ള ട്രിപ്ലറ്റിൽ ഒന്ന് ഈക്വേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് നമുക്ക് ഏതാണോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആകുന്നത് അതെടുക്കാം. നമുക്ക് ആദ്യത്തെ തന്നെ എടുക്കാം. Kx2 പ്ലസ് x1 ബൈ K+1 5നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു പേജിൽ ചെയ്യാം. Kx2 പ്ലസ് x1 ബൈ K+1. എക്സ് കോർഡിനേറ്റ് റൈറ്റിലുള്ള എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 5 എന്ന് എടുക്കാം. ഇനി x1ഉം x2ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1 എന്ന് പറയുന്നത്
x1 എന്ന് പറയുന്നത് പിയുടെ എക്സ് കോർഡിനേറ്റും x2 എന്ന് പറയുന്നത് ആറിൻ്റെ എക്സ് കോർഡിനേറ്റുമാണ്. അപ്പോൾ 9 ആണ് x2, 3 ആണ് x1. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം k ഇൻറ്റു 9 പ്ലസ് 3 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഈക്വൽ ടു 5. ദെൻ ക്രോസ് മൾട്ടിപ്ലൈയിങ് 9k പ്ലസ് 3 ഈക്വൽ ടു 5 ഇൻറ്റു k പ്ലസ് 1. ഓക്കെ, ഈ പേജിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. 9k പ്ലസ് 3 ഈക്വൽ ടു 5k പ്ലസ് 5. Therefore 9k minus 5k equal to 5 minus 3. Therefore it is 4k equal to 2, k equal to 2 by 4. Simplifying we get 1 by 2. Therefore k is to 1 means 1 by 2 is to 1 or k by 1 is 1 by 2. Therefore we can write the ratio is 1 is to 2. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ തന്നെയായിരിക്കും അവിടെ റേഷ്യോ ആയിട്ട് വരിക 1:2. കെയുടെ വാല്യൂ ഫ്രാക്ഷൻ ആയിട്ട് കിട്ടുമ്പോൾ അവിടെ 1:2 നമുക്ക് എടുക്കാം. കാരണം k:1 ഈസ് ദി റേഷ്യോ k by 1 മീൻസ് 1/2/1 or 1/2. ഇറ്റ് ഈസ് ദി റേഷ്യോ 1:2. ഇവിടെ k തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതാണ് ഇവിടെ നമ്മൾ k എടുക്കുന്നതുകൊണ്ടുള്ള മെച്ചം. അതായത് m:n ആണ് എടുത്തതെങ്കിൽ നമുക്ക് m-ഉം n-ഉം ഒരുമിച്ച് ഈ ഫോർമുലയിൽ വരും. അതിനേക്കാളും കൂടുതൽ സിമ്പിളായിട്ടുള്ള വഴിയാണ് k മാത്രം എടുക്കുമ്പോൾ. കാരണം ഒരൊറ്റ വേരിയബിളെ നമുക്ക് അവിടെ വരുന്നുള്ളൂ. k സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ ആയി 1:2 ആണ് നമ്മുടെ റേഷ്യോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വരുമ്പോൾ k നെഗറ്റീവ് ആണെങ്കിൽ ആ ഡിവിഷൻ എന്തായിരിക്കും? എക്സ്റ്റേണൽ ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത് എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയണം. ഇവിടെ k പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഡിവിഷൻ എന്തായിരിക്കും? ഇൻറ്റേർണൽ ഡിവിഷനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഏത് റേഷ്യോയിലാണ് അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത്? 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി റേഷ്യോ ഇൻ വിച്ച് YZ plane divides the line segment formed by joining the points -2, 4, 7 and 3, -5, 8. അപ്പോൾ YZ plane ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞതാണ് YZ പ്ലെയിനിൻ്റെ മേലെയുള്ള ഒരു പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പോയിൻ്റ്, ഈ ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഒരു റഫായൊരു ചിത്രം പരിശോധിക്കാം. ഈ ചിത്രം ഒന്ന് നോക്കാം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഒരു പ്ലെയിൻ ഒരു ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. PQ എന്ന ലൈൻ സെഗ്മെൻറ്റിനെ ഈ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നു. ഏതാ പോയിൻ്റ് ഓഫ് ഡിവിഷൻ? 6 ആണ്. തീർച്ചയായിട്ടും 6 എന്ന് പറയുന്ന പോയിൻ്റ് ആ പ്ലെയിനിൻ്റെ മേലെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ YZ പ്ലെയിൻ എങ്കിൽ ഈ 6 എന്ന് പറയുന്ന പോയിൻ്റ് YZ പ്ലെയിനിൻ്റെ മുകളിലുള്ളൊരു പോയിൻ്റാണ്. തീർച്ചയായിട്ടും 6ൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പം നമുക്ക് ജനറലി നമ്മൾ ഈ പോയിൻറ്റിനെ എഴുതുന്നത് k:1 ആണ് റേഷ്യോ എന്നെങ്കിൽ ലെറ്റ് k:1 ബി ദി റേഷ്യോ. നമുക്ക് അസ്യൂം ചെയ്യാം k:1 ആണ് റേഷ്യോ എന്ന് വിചാരിക്കും. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത പോലെ kx2 പ്ലസ് x1 ബൈ k പ്ലസ് 1 ഇതായിരിക്കും അതിൻ്റെ എക്സ് കോർഡിനേറ്റ്, പോയിൻ്റ് ഓഫ് ഡിവിഷൻ്റെ എക്സ് കോർഡിനേറ്റ്. ഈ എക്സ് കോർഡിനേറ്റ് തീർച്ചയായിട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഈ പോയിൻ്റ് എക്സ് ആക്സിൻ്റെ എക്സ് കോർഡിനേറ്റ്, ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അത് YZ പ്ലെയിനിൻ്റെ മേലെയാണുള്ളത്. YZ പ്ലെയിനിൻ്റെ മുകളിലുള്ള ഒരു പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് x2 x1 എന്നുള്ള വാല്യൂസ് എന്തായിരിക്കും? x2 x1 എന്നുള്ള വാല്യൂസ് ഈ രണ്ടറ്റത്തെ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റുകളാണ് x2 x1. നമുക്കെടുക്കാം kx2 പ്ലസ് x1 ഈക്വൽ ടു ബൈ k പ്ലസ് 1 ഈക്വൽ ടു 0. ദെർഫോർ നമുക്കെടുക്കാൻ പറ്റുന്നത് k ഇൻറ്റു 3 പ്ലസ് -2 ബൈ k പ്ലസ് 1 ഈക്വൽ ടു 0. തീർച്ചയായിട്ടും ഈ റേഷ്യോ 0 ആണെങ്കിൽ ഇതിൻ്റെ ന്യൂമറേറ്റർ 0 ആയിരിക്കും.
അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം 3k minus 2 equal to 0. Therefore 3k equal to 2. Therefore k equal to 2/3. അപ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ ഏതാണ്? Therefore the ratio is 2:3. അപ്പോൾ k:1 റേഷ്യോ നമ്മൾ എടുത്തതുകൊണ്ടുള്ള ഗുണം നിങ്ങൾ ഈ രണ്ട് ചോദ്യത്തിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ ഫോർമുലയാണ് ഇത്തരം ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് കൂടുതൽ എളുപ്പം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് സെക്ഷൻ ഫോർമുല ഷോ ദാറ്റ് ദി പോയിൻറ്റ്സ് 2, -3, 4, b, -1, 2, 1 ആൻഡ് c, 0, 1/3, 2 ആർ കൊളീനിയർ. ഈ 3 പോയിൻറ്റ്സ് കൊളീനിയർ ആണെന്ന് സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ 2 പോയിൻ്റ് നമ്മൾ എടുക്കുന്നു, എയും ബിയും. ഇനി എ ആൻഡ് ബിയെ k:1 ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതുന്നു. ഇത് 3 കൊളീനിയർ ആണെങ്കിൽ ഇത് 3 ഒരു ലൈനിലായിരിക്കും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു പോയിൻ്റ് മറ്റു 2 പോയിൻറ്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അവിടെ k:1 ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ സെറ്റ് കോർഡിനേറ്റ് ഏതെങ്കിലും ഒരെണ്ണം ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മുടെ കെ കണ്ടുപിടിക്കുന്നു. കെ കിട്ടിയാൽ നമുക്ക് റേഷ്യോ കിട്ടും. കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിൽ രണ്ടാമത്തതും മൂന്നാമത്തതും അതേ ഫോർമുല പ്രകാരം കിട്ടുന്നു എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്നാമത്തെ പോയിൻറ്റും എന്തുതന്നെയായിരിക്കും? നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് ഓഫ് ഡിവിഷൻ തന്നെയായിരിക്കുമല്ലോ. ദർഫോർ ദേ ആർ കൊളീനിയർ എന്ന് ഉറപ്പിക്കാം. സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ദർഫോർ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ലെറ്റ് k:1 be the ratio in which the point C divides AB. C ABയെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ k:1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി നമ്മൾ k:1 ആകുമ്പോഴുള്ള ഫോർമുല എഴുതുന്നു. kx2 plus x1 by k plus 1, k y2 plus y1 by k plus 1, k z2 plus z1 by k plus 1. ഇതാണ് പോയിൻ്റ് ഓഫ് ഡിവിഷൻ. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി ആണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് തീർച്ചയായിട്ടും സിയോട് ഈക്വൽ ആയിരിക്കണം. 0, 1/3, 2 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. 0, 1/3, 2. അപ്പോൾ നമുക്ക് നേരത്തെ ഇത് ഈക്വാലിറ്റി കൊടുക്കുന്നതിന് പകരം നമുക്കിതിനെ സി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. സി ആണെങ്കിൽ നമ്മുടെ എക്സ് കോർഡിനേറ്റ് ഏതിനോട് ഈക്വൽ ആയിരിക്കും? സി ആണെങ്കിൽ സിയുടെ എക്സ് കോർഡിനേറ്റിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റിനെ സിയുടെ എക്സ് കോർഡിനേറ്റിനോട് ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം kx2 plus x1 by k plus 1 ഈക്വൽ ടു സിയുടെ എക്സ് കോർഡിനേറ്റാണ് എടുത്തത്. കാൽക്കുലേഷൻ എളുപ്പമുള്ളതുകൊണ്ട് 0 ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് നമ്മളത് 0 എന്ന് എടുക്കുന്നു. ഇനി നമുക്ക് x2 x1ന് വാല്യൂസ് കൊടുക്കാം. x2 x1 നമ്മൾ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ആണ് എടുത്തത്. x2 നമുക്ക് -1 എടുക്കാം, x1 2 എന്ന് എടുക്കാം. അപ്പോൾ x2ന് -1 കൊടുക്കുന്നു ആൻഡ് x1ന് 2 കൊടുക്കുന്നു. k ഇൻറ്റു -1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഈക്വൽ ടു 0. ഇപ്പോൾ ഈ റേഷ്യോ 0 ആണെങ്കിൽ ന്യൂമറേറ്റർ 0 ആയിരിക്കും. 2 മൈനസ് k ഈക്വൽ ടു 0. ദർഫോർ k ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇതെങ്കിൽ സിയുടെ എക്സ് കോർഡിനേറ്റിനോടാണ് നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്തത്. ഇനി നമുക്ക് സിയോട് ഈക്വൽ ആണെങ്കിൽ ഇതാണ് സി എന്ന് പറയുന്ന പോയിൻ്റ് എങ്കിൽ 0നോട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. 1/3യും 2 ആണ് അടുത്ത രണ്ട് കോർഡിനേറ്റ്സ് വരുന്നത്. ഇത് തീർച്ചയായിട്ടും ky2 പ്ലസ് y1 ബൈ k പ്ലസ് 1ൽ കൊടുക്കുമ്പോൾ 1/3 കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. k2 കൊടുത്തിട്ട് അപ്പോൾ അടുത്തൊരു പേജിൽ നമുക്ക് നോക്കാം. ky2 പ്ലസ് y1 ബൈ k പ്ലസ് 1 ഈക്വൽ ടു
കെക്ക് 2 കൊടുക്കാം. 2 ഇൻറ്റു y2 y1 നമുക്ക് ആ പോയിന്റിൽ നിന്നും സെലക്ട് ചെയ്യാം. y2 എന്ന് പറയുന്ന പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ബിയുടെ y കോർഡിനേറ്റ് ആണ്. ബിയുടെ y കോർഡിനേറ്റ് എന്താണ്? ബിയുടെ y കോർഡിനേറ്റ് നെഗറ്റീവ്, ബിയുടെ y കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ 2 പ്ലസ് y1, എയുടെ y കോർഡിനേറ്റ് -3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 3/3. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/3. തീർച്ചയായിട്ടും ഇത് സിയുടെ y കോർഡിനേറ്റ് ആണ്. ഇനി നമുക്ക് z കോർഡിനേറ്റ് കൂടി നോക്കാം. k z2 പ്ലസ് z1 ബൈ k പ്ലസ് 1 ഈക്വൽ ടു k is 2 ഇൻറ്റു z2, z കോർഡിനേറ്റ് ഓഫ് b പ്ലസ് z1 4 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഈസ് 2 പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 4/3. ഇറ്റ് ഈസ് ഈക്വൽ ടു 6/3 ഈക്വൽ ടു 2. അപ്പോൾ ഇതാണ് സെറ്റ് കോർഡിനേറ്റ് ഓഫ് സി. അപ്പോൾ സെറ്റ് കോർഡിനേറ്റ് ഓഫ് സിയുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ നമ്മളൊന്ന് നോക്കണം. y കോർഡിനേറ്റ് കറക്റ്റാണ്, സെറ്റ് കോർഡിനേറ്റും കറക്റ്റ് ആകുന്നുണ്ട്. ദർഫോർ സി ഈസ് ദി പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ഓൺ ദി ലൈൻ സെഗ്മെൻറ്റ് എ ബി. എ ബിയുടെ മുകളിലൊരു പോയിൻ്റാണ് നമുക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് ക്ലിയർ ആവുന്നുണ്ട്. ദർഫോർ എ, ബി ആൻഡ് സി ആർ കൊളീനിയർ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഇത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അതായത് സി ആണ് എയെയും ബി എയും k:1 ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നിട്ട് സിയുടെ എക്സ് കോർഡിനേറ്റ് ഈക്വേറ്റ് ചെയ്തു, കെ കിട്ടി. കെ കിട്ടിയതിന് ശേഷം എന്താ ചെയ്യുന്നത്? സിയുടെ മറ്റ് രണ്ട് കോർഡിനേറ്റ്സും കെയുടെ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെ സി ആണ് ആ പോയിന്റ് എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ സി തീർച്ചയായിട്ടും എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് മുകളിലായിരിക്കും. Find the coordinates of the points which trisect the line segment joining the points P 4 to -6 and Q 10 -16 6. രണ്ടാമത്തെ പോയിന്റിനെ നമുക്ക് Q എന്ന് വിളിക്കാം. പിയും ക്യൂവും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ ട്രൈസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ട്രൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 തുല്യ ഭാഗങ്ങളാക്കി വിഭജിക്കുന്ന 2 പോയിൻ്റ് ഉണ്ടാവും അല്ലേ? ആ പോയിൻറ്റ്സിനെയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യമായിട്ട് നമുക്ക് ആ ലൈൻ ഒന്ന് വരച്ച് നോക്കാം. ട്രൈസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിനെ നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പി ക്യു എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനെ ട്രൈസെക്റ്റ് ചെയ്യുന്ന 2 പോയിൻ്റ് ഉണ്ടാകും. ട്രൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പോൾ ഈ 2 പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സാണ് നമുക്ക് കാണേണ്ടത്. തീർച്ചയായിട്ടും പി ക്യുവിനെ ഒരു പോയിൻ്റ് 2:1 ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും. ഏതാണ് 2:1 ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റ്? ഈ പോയിൻ്റ് ആയിരിക്കും. നമുക്ക് ആ പോയിൻറ്റ്സിനെ പേര് കൊടുക്കാം. എ ആൻഡ് ബി എന്ന് കൊടുക്കാം പേര്. അപ്പോൾ അതിൽ ബി എന്ന് പറയുന്ന പോയിൻ്റ് പി ക്യുവിനെ 2:1 ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ബി ആദ്യം കണ്ടുപിടിക്കാം. ബി 2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. mx2 plus nx1 by m plus n, my2 plus ny1 by m plus n, പിന്നെ mz2 plus nz1 by m plus n. ഇങ്ങനെ കൊടുക്കാം. ഇതിൽ m:n ഉള്ള റേഷ്യോ 2:1 എടുക്കുമ്പോൾ നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m is 2 and n is 1. Therefore 2 into 10 plus 1 into x1, that is 4 by 2 plus 1 is 3. അടുത്തത് 2 into y2, that is -16 plus 1 into y1, 2 divided by 3. Then 2 into 6 plus
1 into -6, that is -6 divided by 3. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ബി കിട്ടും. That is equal to 20 plus 4, 24 by 3, 8. അതുപോലെ -32 plus 2, -30 by 3, -10. Then 12 minus 6, 6 by 3, 2. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി എളുപ്പത്തിൽ നമുക്ക് ബി കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായിട്ട് എ കണ്ടുപിടിക്കാം. കാരണം പി ബിയുടെ മിഡ് പോയിൻ്റ് ആയിരിക്കും എ. അപ്പോൾ പി ബിയുടെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എ കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്തൊരു പേജിൽ നമുക്ക് ചെയ്യാം. മിഡ് പോയിൻ്റ് ഓഫ് പി ബി ആണ് എ. മിഡ് പോയിൻ്റ് ഓഫ് പി ബി ആണ് അടുത്ത പോയിൻ്റ് നമ്മുടെ എ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാം. മിഡ് പോയിൻ്റ് ഓഫ് പി ബി 4 plus 8 by 2, x1 plus x2 by 2, y1 plus y2, that is 2 plus -10 by 2, z1 plus z2 by 2, that is -6 plus 2 by 2, is equal to 12 by 2, 6, പിന്നെ -10 by 2, -4, -4 by 2, -2. നമുക്ക് അടുത്ത പോയിൻറ്റും കൂടി കിട്ടിക്കഴിഞ്ഞു. എ ആണ് ഈ പോയിൻ്റ്. ബി നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ട്രൈസെക്റ്റ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് ഇങ്ങനെ എളുപ്പത്തിൽ കാണാം. ചില ചോദ്യങ്ങൾ നമ്മൾ വരച്ച് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് അതിനുള്ള എളുപ്പ വഴികൾ കിട്ടും. ശ്രദ്ധിക്കുക, ജോമെട്രിയിൽ പെട്ടെന്ന് ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാകാത്ത പോലെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. വരച്ച് നോക്കിയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കുക. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ് ആയിരുന്നു ഇത്. 12.3 ആണ് ഈ എക്സസൈസ്. എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എഴുതി പഠിക്കുക.